ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ട കൊണ്ടൊരു സ്പെഷ്യൽ തോരനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തക്കാളി, ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക്, മല്ലിയില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഈ ഒരു പാകത്തിൽ കട്ട് ചെയ്ത് നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട് വേവിക്കുക ചെയ്യുന്നത്. ഈ ഒരു പാകത്തിനാവണം കട്ട് ചെയ്യുന്നത്, കാരണം ഒരുപാട് തിന്നാവാനും പാടില്ല, തിക്കാവാനും പാടില്ല. അപ്പോൾ നമുക്ക് സ്റ്റീമറിൽ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ആവി കയറ്റാം. നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അത്യാവശ്യം വെന്തിട്ടുണ്ട്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് പാകത്തിനാണ്. ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളി, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വളരെ കുറച്ച്, പച്ചമുളക്, ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. തേങ്ങാപ്പീര ഓപ്ഷണലാണ്, തേങ്ങ വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് കടുക് താളിക്കാം. തേങ്ങ ഉണ്ടെങ്കിൽ ചേർക്കാം, തേങ്ങ വേണമെന്ന് നിർബന്ധമില്ല. തേങ്ങാപ്പീര ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട. ഞാനിതിൽ കുറച്ച് എന്തായാലും തേങ്ങാപ്പീര ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇത്രയും ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ, മുട്ട കഴിക്കുന്നവരാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും. കറിവേപ്പില ഇട്ടു നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ബീൻസ്, ക്യാബേജ്, ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഇതെല്ലാം ചെല്ലുകയും ചെയ്യും. നമുക്ക് കുറച്ച് ചുവന്നുള്ളി, കുറച്ച് പച്ചമുളക്. ഇത് രണ്ടും നമ്മൾ ആവിയിൽ വേവിക്കുന്നില്ല, അപ്പോൾ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വഴച്ചെടുക്കുന്നേ ഉള്ളൂ. അത്ര വേവില്ലാത്ത കാര്യങ്ങളാണല്ലോ ഇത് രണ്ടും. നമുക്കൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെയും പച്ചമുളകിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാബേജ്, നമ്മൾ ക്യാബേജ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീൻസ് ആഡ് ചെയ്ത് കൊടുത്തു. തക്കാളി ആഡ് ചെയ്തു. മല്ലിയില ആഡ് ചെയ്തു. മല്ലിയില നമ്മളിതിന് അവസാനമല്ല, ഇതിൻ്റെ കൂടെ തന്നെയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ എണ്ണയിൽ വഴറ്റാം, വേണമെങ്കിൽ ഈ പച്ചക്കറികളെല്ലാം കൂടി എണ്ണയിൽ വഴറ്റാം. പക്ഷേ അതൊട്ടും ഹെൽത്തി അല്ലല്ലോ. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്, വേറെ വെജിറ്റബിൾസ് ഓയിൽസ് ഒന്നും അല്ല യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് അത് സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ട് ആ പച്ചക്കറിയുടെയൊക്കെ ഗുണങ്ങളൊക്കെ ഉള്ളിൽ ചെല്ലാനായിട്ട് നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റുന്നത്. അതൊരു സ്റ്റെപ്പ് കൂടുതലാണ് ആക്ച്വലി, പക്ഷേ ഒരു ഹെൽത്തിയാണ്, ടേസ്റ്റിയുമാണ്. പിന്നെ നമ്മൾ എണ്ണയിൽ വഴറ്റുന്നുണ്ടല്ലോ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ വളരെ കുറച്ച്, ഞാനൊരു 1/4 ടീസ്പൂണാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കൊന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാത്തിലും ഒന്ന് ഇൻഗ്രീഡിയൻസിലൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കുറച്ച് മസാലപ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. വളരെ കുറച്ച് പെരുംജീരകം കൂടുതലും ഒരല്പം മസാലപ്പൊടിയും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. നമ്മൾ മേടിച്ച് പൊടിച്ച മസാലയാണ്. കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പീര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച്, അതായത് ഒരു 3 ടീസ്പൂൺ തേങ്ങാപ്പീര, അത്രയും തേങ്ങ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. തേങ്ങാപ്പീര ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴച്ച് കൊടുത്തു. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി നമ്മളിതാ 4 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്.
നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. കുറച്ച് ഉപ്പ് ഞാൻ മുട്ടയ്ക്കകത്തോട് ചേർക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് സൈഡിലേക്ക് ഒതുക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ സെൻറ്റർ പോർഷൻ ആകുമ്പോഴേക്കും കുറച്ച് ചൂട് കൂടുതൽ അവിടെ കിട്ടും സ്റ്റൗവിൽ നിന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് മുട്ട വെന്ത് കിട്ടും. നമ്മൾ മുട്ട ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഒരു 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് മുട്ട അടിക്ക് പിടിക്കും. അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് അത്യാവശ്യം അടി കട്ടിയുള്ള പാത്രമാണ്, എങ്കിലും നമ്മളൊന്നും മിക്സ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മുട്ട അടി വശം ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മുട്ട ഈ ഒരു വെജിറ്റബിൾസിൻ്റെ എല്ലാ സൈഡിലൊക്കെ ഒന്ന് പിടിച്ച് ആ ഒരു ടേസ്റ്റ് മിക്സ്ഡ് ആയിട്ട് വരും. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിനും പോകാൻ പറ്റില്ല. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ പൊടിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് വലിയ കട്ടയായിട്ട് കിടക്കും. അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, ഉള്ളു വേവില്ല ചിലപ്പോൾ. അപ്പോൾ നമുക്ക് ചെറിയ പോർഷൻസ് ആയിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. നമ്മുടെ പ്രോഡക്റ്റ് ഇങ്ങനെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. മുട്ടയുടെ ആ ഒരു വെറ്റ്നെസ്സൊക്കെ മാറിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈനലി നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ നേരത്തെ ആഡ് ചെയ്തിരുന്നു. ഇപ്പോൾ കുറച്ച് അത് എരിവ് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അവർക്ക് കുറച്ച് ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ലോക്ക്ഡൗൺ സ്പെഷ്യൽ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വീഡിയോയ്ക്ക് നല്ലൊരു റെസ്പോൺസാണ് നിങ്ങൾ തന്നത്. കുറേ പേര് ചെയ്ത് നോക്കി പരീക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിലും മെസ്സഞ്ചറിലൊക്കെ അയച്ചു തന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.